പുത്തൻ വീട്ടിലെത്താൻ തോന്നി. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാവസൻ. ആര്യൻ വർഷയുടെ മുന്നിൽ നിന്നു. ആര്യനെ കണ്ടതും വർഷ ദേഷ്യത്തിൽ മുഖം വെട്ടിച്ചു. മാപ്പ് അർഹിക്കാൻ പോലും അർഹതയില്ല എനിക്ക്, എന്നാലും ചോദിക്കുക മാപ്പ്. ആര്യൻ കൈകൾ കൂപ്പി. മാപ്പോ? നിനക്കോ? എങ്ങനെ തോന്നിയടാ എൻ്റെ മുന്നിൽ വന്നു നിൽക്കാൻ? നിന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചതേ ഉള്ളൂ. സ്വന്തം മോളെ സ്നേഹിച്ചതിലും കൂടുതലായി നിന്നെ ഞാൻ സ്നേഹിച്ചു. കാരണം നീ എൻ്റെ മൂത്ത മോനായതുകൊണ്ട്, എന്നെ ആദ്യമായി അമ്മയെന്ന് വിളിച്ചവനായതുകൊണ്ട്. വർഷ എഴുന്നേറ്റ് ആര്യൻ്റെ അടുത്ത് വന്നു. ആര്യൻ ഒന്നും മിണ്ടാതെ ഇരുന്നു. ആര്യൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കരയുന്നു? കരയാനും അറിയുമോ നിനക്ക്? നിനക്കറിയോ, കുഞ്ഞുങ്ങളില്ലാതെ ഞാനും എൻ്റെ ഏട്ടനും കരഞ്ഞു തീർത്ത വർഷങ്ങൾ. ഓരോ മാസവും മാസമുറ തെറ്റുമ്പോൾ പ്രതീക്ഷയോടെ ഡോക്ടറിൻ്റെ മുന്നിൽ നിൽക്കുന്ന രണ്ട് ഹൃദയങ്ങൾ. നെഗറ്റീവാണെന്ന് പറയുമ്പോൾ കണ്ണിൽ നിന്ന് നിറഞ്ഞൊഴുകുന്നത് കണ്ണുനീരല്ല, രക്തമാണ്, ചുടുചോര. നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ എന്നെ മാറ്റി നിർത്തും. പ്രസവിക്കാൻ കഴിയാത്തവൾ എന്ന പേരും പറഞ്ഞ്. സ്വന്തം അമ്മ പോലും എന്നെ മച്ചിയെന്ന് വിളിച്ചപ്പോൾ ജീവിതം മടുത്തുപോയ ദിവസങ്ങളുണ്ടായിരുന്നു. ഈ പെണ്ണ് ഇനി പെറില്ല, വേറെ കെട്ടെന്ന് എത്ര ദിവസം എൻ്റെ കാത് കേൾക്കാൻ ആളുകൾ പറഞ്ഞിട്ടുണ്ടെന്നറിയുമോ? അപ്പോഴൊക്കെ ഞാൻ പിടിച്ചു ചെയ്യുന്നത് എൻ്റെ ഏട്ടൻ്റെ ഒരു താങ്ങിലായിരുന്നു. ആ സമയമായിരുന്നു നിന്റെ കാര്യം ഡോക്ടർ പറയുന്നത്. അന്ന് എൻ്റെ ഏട്ടൻ ആ മനുഷ്യൻ്റെ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞപ്പോൾ ആദ്യമായി ഞാൻ കണ്ടു എന്നിലും ഏറെ കൊതിക്കുന്ന ഹൃദയമായിരുന്നു എന്ന്. നിന്റെ അപ്പച്ചൻ സമ്മതിച്ച നിമിഷം തൊട്ട് ഞാനും ഒരുങ്ങി ഒരു അമ്മയാകാൻ. നിന്റെ അമ്മച്ചി നിന്നെ ഉദരത്തിൽ ചുമന്നപ്പോൾ ഞാൻ നിന്നെ ഹൃദയത്തിലായിരുന്നു മോനെ ചുമന്നത്. ആരും അറിയാതെ നിന്നെ ഈ കൈകളിൽ നിന്റെ അപ്പച്ചനെ ഏൽപ്പിച്ചപ്പോൾ ഒന്ന് മാത്രം പറഞ്ഞു, എൻ്റെ കൊച്ചിനെ ഒരു വാക്കുകൊണ്ട് പോലും മുറിവേൽപ്പിക്കല്ലേ, നിങ്ങൾക്ക് മടുത്തെന്ന് തോന്നിയാൽ ഈ കൈകളിൽ ഏൽപ്പിക്കണം എന്ന് മാത്രം. പിന്നെ നിന്നെ ഞങ്ങൾ പൊന്നുപോലെ വളർത്തി, ഒരു കുറവില്ലാതെ. നിനക്ക് കുറവ് വരാതിരിക്കാൻ എൻ്റെ ഏട്ടൻ ഓവർ ടൈം ജോലി ചെയ്തു. നിന്നെ സ്നേഹിച്ച് കൊതിയിരുന്നവനെ മോളെൻ്റെ വയറ്റിലായി. അപ്പോൾ എൻ്റെ ഏട്ടൻ പറഞ്ഞ വാക്ക്, നമുക്ക് ആര്യം മതി, ഈ കുഞ്ഞ് വേണ്ട, ആര്യനോടുള്ള സ്നേഹം പാർന്നു പോവുമല്ലോ എന്ന്. അന്ന് ആ വാക്ക് ഞാൻ കേട്ടിരുന്നെങ്കിൽ ഇന്നെൻ്റെ മോളെ നീ പിച്ച് ചീന്തില്ലായിരുന്നു. വർഷ പറഞ്ഞു. അമ്മേ, ആര്യം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കാലിൽ വീണു. വർഷ കാലിനെ പിന്നിലോട്ട് വലിച്ചു. എന്നോട് ക്ഷമിക്കണോ അമ്മേ, ഒന്നും അറിയാതെ എന്നൊന്നും ഞാൻ പറയില്ല, മനഃപൂർവ്വമായിരുന്നു. തെറ്റ് കുന്നോളം കൂടിപ്പോയപ്പോഴും എല്ലാവരും എന്നെ സ്നേഹിച്ചു. ഇപ്പോൾ ഞാൻ നന്നായി വന്നു നിൽക്കുക, ക്ഷമിക്കണോ അമ്മേ? ആര്യൻ കൈകൂപ്പി അയച്ചു. ക്ഷമിക്കാം, നിന്നെ ഞാൻ ക്ഷമിക്കാം. എൻ്റെ ഏട്ടനെ തിരികെ തരുമോ? എൻ്റെ മോളുടെ മാനം തിരികെ തരാൻ പറ്റുമോ? പറ്റുമോ? വർഷ ആര്യൻ്റെ നെഞ്ചിൽ അടിച്ചോണ്ടല്ലറി. അമ്മേ, ആര്യൻ വർഷയെ താങ്ങി. മച്ചിയായി ജീവിച്ചാൽ മതിയായിരുന്നു. മച്ചി എന്ന വിളിയോടെ സന്തോഷത്തോടെ ജീവിച്ചു തീർന്നേനെ. ഇതിപ്പോൾ എൻ്റെ പ്രാണനും പോയി, എൻ്റെ മോളുടെ ജീവിതവും പോയി. എല്ലാം എൻ്റെ തെറ്റ്, എൻ്റെ മാത്രം തെറ്റ്. വർഷ തലയിലടിച്ച് കരഞ്ഞു. ആ സമയം വർഷയുടെ മോൾ പുറത്തു വന്നു. മാളൂട്ടി. അവളെ കണ്ടതും ആര്യൻ വാത്സല്യത്തോടെ വിളിച്ചു. ആര്യൻ അവളുടെ അടുത്ത് പോകാൻ പോയതും വർഷ ആര്യനെ തള്ളി മാറ്റി. വെക്കണോ ഇവിടെ നിന്ന്? നിന്നെ ഈ ജന്മത്തിലല്ല, ഒരു ജന്മത്തിലും ക്ഷമിക്കാൻ പറ്റില്ല. ഇനി നീ പോയില്ലെങ്കിൽ ഞങ്ങൾ ജീവൻ കൊടുക്കും. അല്ലെങ്കിൽ നീ കാരണം ഒരായുസ് മുഴുവൻ നഷ്ടപ്പെടുത്തി. ഇനി ഈ ജീവൻ മാത്രമേ ബാക്കിയുള്ളൂ, അത് വേണോ നിനക്ക്? വർഷ അത്രയും പറഞ്ഞതും കിതച്ചിരുന്നു. ആര്യൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി. വർഷ വാതിലിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തറയിലിരുന്നു. വർഷയുടെ മുന്നിൽ ആര്യനെ വാത്സല്യത്തോടെ പുണരുന്ന നിമിഷങ്ങൾ മുന്നിൽ തെളിഞ്ഞു. വർഷ അലറി വിളിച്ചു. അമ്മേ, അതാരാ അമ്മേ? പേടിയോടെ മാള് ചോദിച്ചു. മോളുടെ ഏട്ടൻ. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വർഷ പറഞ്ഞു. ആര്യന്റെ ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞു. ആര്യന്റെ കണ്ണുകൾ അനുസരണയില്ലാതെ പേമാരിയായി പൊഴിഞ്ഞു. ഗീത തിരികെ തന്റെ കുപ്പായമിട്ട് ഓഫീസിൽ വന്നു. ഗീതയെ കണ്ടത് മേനോൻ ചിരിയോടെ സല്യൂട്ട് ചെയ്തു. ഗീത പഴയ ഗാംഭീര്യത്തോടെ പുഞ്ചിരി കൊടുത്തു. ഗീത തന്റെ മുറിയിൽ കയറാൻ പോയതും ഭരത്തിനെ കണ്ട് ചിരിയോടെ നിന്നു. വന്നല്ലോ പെൺപുലി, ഭരത് ചിരിയോടെ പറഞ്ഞു. പിന്നല്ലേ, വരാതെ പോകുമോ? വന്നല്ലേ പറ്റൂ. ആര്യന്റെ കൈകളിൽ വിലങ്ങിടാൻ പകർത്തുന്ന കണ്ണോടെ ഗീത പറഞ്ഞു. അതൊക്കെ നടക്കും, ഐശ്വര്യമായി പോയി കസേരയിലിരുന്നോ? ചിരിയോടെ ഭരത് പറഞ്ഞു.
ഗീത ചിരിയോടെ അകത്തുപോയി. അടുക്കളയിൽ ജോലിയിലായിരിക്കുന്നു റിയ. അവളുടെ പുറകിലൂടെ വന്ന് ആൽബി അവളെ കെട്ടിപ്പിടിച്ച് തന്റെ താടി കൊണ്ട് അവളുടെ കഴുത്തിൽ ഇക്കിളി കാട്ടി. ഇച്ച, എന്താ ഇത്, വിട്, കൊഞ്ചലോടെ റിയ ചെണിങ്ങി. എന്നടി പെണ്ണി, എത്ര രാവുകൾ എന്റെ കൈവിട്ടും ഈ ഇക്കിളി മാറുന്നില്ലയോ? റിയയുടെ കഴുത്തിൽ പിന്നെ ഇക്കിളി കാട്ടിക്കൊണ്ട് ചിരിയോടെ ആൽബി ചോദിച്ചു. ദേ ഇച്ച, കുത്തും ഞാൻ. റിയ തിരിഞ്ഞ് കത്തിയെ കാണിച്ചുകൊണ്ട് കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. എന്നാ എന്റെ പെണ്ണ് കുത്തിക്കേ, നോക്കട്ടെ. കുത്തുമേ, കണ്ണുകൾ വിടർത്തി റിയ പറഞ്ഞു. കുത്തിക്കോ, റിയയെ പിന്നെ തന്നോട് ചേർത്തുകൊണ്ട് ആൽബി പറഞ്ഞു. റിയ നാണത്താൽ മുഖം താഴ്ത്തി കയ്യിലിരുന്ന കത്തിയെ സ്ലോപ്പിൽ വെച്ചു. ആൽബി അവളെ തന്റെ മാറോട് ചേർത്ത് അവളുടെ ചുണ്ടിനെ തന്റെ ചുണ്ടുകൊണ്ട് ബന്ധിച്ചു. ആ സമയം ഹോണിൻ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും പിടഞ്ഞു മാറി. ശല്യം. പിറുവിറുത്തോണ്ട് ആൽബി കഥ ഉറക്കാൻ പോയി. റിയ ചിരിയോടെ ജോലിയിലായിരുന്നു. ആൽബി കഥ തുറന്നതും മുന്നിൽ ആര്യനെ കണ്ട് ഒരു നിമിഷം വഹിച്ചു. ഒന്നകത്ത് വന്നോട്ടെ അച്ചേ, ഇടർച്ചോടെ ആര്യൻ ചോദിച്ചു. അച്ചേ, ആ വിളി കേട്ടതും ആൽബിയുടെ ഉള്ളം നുലഞ്ഞു. ആൽബി തലയാട്ടി അകത്ത് വിളിച്ചു. ആര്യൻ അകത്ത് കയറി. അടുക്കളയിൽ നിന്ന് വരുന്ന റിയയെ കണ്ട് ആര്യൻ അടുത്തു പോയി. മാപ്പ് ചേട്ടത്തി അമ്മി, ആര്യൻ കൈകൂപ്പി കരഞ്ഞു. റിയ ചിരിയോടെ കണ്ണുകളടച്ചു. ആര്യ, നീ നന്നായല്ലോ, അത് മതി. എന്റെ സ്വപ്നമായിരുന്നു നിന്നെ നന്നാക്കി അമ്മച്ചിയുടെ മുന്നിൽ അത് നടന്നു, അത് മതി. അമ്മച്ചിയുടെ സന്തോഷമല്ലയോ വലുത്? അമ്മച്ചിയുടെ മുന്നിൽ ഞാൻ കരടായി അങ്ങനെ നിന്നോട്ടെ, ആൽബി വേദനയോട് പറഞ്ഞു. അച്ഛേ, ഞാൻ എല്ലാ സത്യങ്ങളും അമ്മച്ചിയോട് പറയാൻ പോവുക. എന്നിട്ട് ആ അമ്മച്ചീനെ ക്ഷമിക്കുവാണെങ്കിൽ അങ്ങനെ, വെറുക്കുവാണെങ്കിൽ അതെന്റെ വിധിയെന്നോർത്ത് പുത്തൻ വീട്ടിൽ നിന്ന് പടിയിറങ്ങും. എന്റെ വളർത്തമ്മ എന്നെ ആട്ടി പുറത്താക്കി. ആ മനസ്സിൽ നിന്ന് എന്നേക്കുമായി പടിയിറക്കി വിട്ടു. ഇനി എന്റെ അമ്മച്ചിയും സാരമില്ല, അർഹിക്കുന്നതേ കിട്ടൂ, വരണ്ട ചിരിയോടെ ആര്യം പറഞ്ഞു. ഒന്നും പറയണ്ട, കാലമെല്ലാം മറക്കും. അതുവരെ ഇങ്ങനെ അങ്ങ് പോട്ടെ. നീ നന്നായല്ലോ, അത് മതി. പിന്നെ വർഷാമ്മ, എല്ലാം പെട്ടെന്ന് മറക്കാൻ അത്ര ചെറിയ മുറിവുകളല്ലല്ലോ നീ നൽകിയത്. നിന്നെ സ്നേഹിച്ചു വന്നതിൻ്റെ പേരിൽ ആ അമ്മയ്ക്ക് എല്ലാം നഷ്ടമായി. അതുകൊണ്ട് ആ അമ്മ നിന്നെ ക്ഷമിക്കുമെന്ന് നീ ഒരിക്കലും കരുതണ്ട. കൂടെ ജനിച്ചാൽ മാത്രമല്ലടോ സഹോദരി, കൂടെ വളർന്നാലും അത് സഹോദരി തന്നെയാണ്. അത് നീ മറന്നു. അതൊരമ്മ എങ്ങനെ സഹിക്കും? പേറ്റുനോവ് അറിയാതെ വളർത്തിയ നിന്നെ അത്രമേൽ സ്നേഹിച്ചെങ്കിൽ പേറ്റുനോവ് അറിഞ്ഞു വളർത്തിയ മോളുടെ അവസ്ഥ എങ്ങനെ അമ്മ സഹിക്കും? അതുകൊണ്ട് ആ അമ്മയുടെ മനസ്സിൽ നിന്നെ ക്ഷമിക്കാനുള്ള കഴിവ് നൽകാൻ പ്രാർത്ഥിക്കേ. അതേ നിനക്ക് ചെയ്യാൻ പറ്റൂ, ആര്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആൽബി പറഞ്ഞു. ആര്യൻ നിറഞ്ഞ കണ്ണോടെ അവനിൽ ചേർന്ന് നിന്നു. ആര്യൻ യാത്ര പറഞ്ഞുപോയി. ഇച്ച, ഇവനെ വിശ്വസിക്കാമോ? സംശയത്തോടെ റിയ ചോദിച്ചു. അവന്റെ കണ്ണുനീർ സത്യമാണ്, അവന്റെ വേദന സത്യമാണ്. അവൻ കുറ്റബോധം കൊണ്ട് ദിനദിനം മരിക്കുന്നു. അവൻ നന്നായി. ചിരിയുടെ ആര്യം പോകുന്നത് നോക്കി ആൽബി പറഞ്ഞു. ഇത്രയും കാണിച്ചു കൂട്ടിയിട്ട് എന്തുണ്ടാക്കി? കുറെ പേരുടെ വെറുപ്പും ശാവവും എന്തിനു വേണ്ടിയായിരുന്നു അല്ലേ ഇച്ച? റിയ ചോദിച്ചു. ചോരത്തിളപ്പ്, അതാണ് ഈ തെറ്റിന്റെ തുടക്കം. സാരമില്ല, അവനെല്ലാം ഉണർന്നല്ലോ, അത് മതി. ഇനി ലച്ചുവിന് ഒരു ജീവിതം, അതിവൻ കൊടുക്കും, ചിരിയോടെ ആൽബി പറഞ്ഞു. അപ്പോൾ ഗീതയോ? സംശയത്തോടെ റിയ ചോദിച്ചു. അവർ ബോൾഡ് ലേഡിയാണ്, അവർ ജീവിക്കും അന്തസ്തായി തന്നെ. പിന്നെ ലച്ചുവിനെ പോലെയല്ല ഗീത, മനഃപൂർവ്വം പണവും സന്തോഷം കൊണ്ട് പോയതാ. ആ തെറ്റിന്റെ ശിക്ഷ അവർ അനുഭവിച്ചു, അത്രേ ഉള്ളൂ, ആൽബി പറഞ്ഞു. അപ്പോൾ വർഷാമ്മയും മോളുമോ? റിയ ചോദിച്ചതും ആൽബിക്ക് വാക്കുകൾ വരാതെയായി. ആൽബി ഒന്നും മിണ്ടിയില്ല. ആര്യന്റെ തെറ്റുകൾ നിരന്നോണ്ട് പോവിച്ച, നമ്മൾ ക്ഷമിച്ചാലും ദൈവം ക്ഷമിക്കില്ല. കാരണം ഒരമ്മയുടെ ഹൃദയമാണ് ഇവൻ കീറി മുറിച്ചത്. നമുക്ക് ആ മുറിവിന് മരുന്ന് നൽകാൻ പറ്റുമോ? ഇല്ല. കോടികൾ കൊടുത്താലും പുത്തൻ വീട് സ്വത്തൊക്കെ കൊടുത്താലും ആ മുറിവ് ഉണങ്ങുമോ വെച്ച? ഇല്ല. ആ അമ്മ ക്ഷമിക്കാതെ ആര്യന്റെ ജീവിതം നന്നാകില്ല, റിയ പറഞ്ഞുകൊണ്ട് അകത്തുപോയി. ശരിയാ, റിയ പറഞ്ഞത് എത്ര വലിയ സത്യം. പലപ്പോഴും നാം മറന്നുപോകുന്ന കാര്യമാണ്. ഇത് ആൽബി മനസ്സിലോർത്തുകൊണ്ട് കഥ അടച്ചു. ആര്യം പുത്തൻ വീട്ടിൽ പോയതും ലച്ചുവിനെ കണ്ട് ഒരു നിമിഷം വായിച്ചു. മോ വന്നോ? ചിരിയോടെ റീത്തമ്മച്ചി ചോദിച്ചു.
ആ അമ്മച്ചി, ഇവൾ അല്ല ഇവർ ലച്ചുവിന്റെ വിരൽ ചൂണ്ടി ആര്യം പേടിയോട് ചോദിച്ചു. പുത്തൻ വീട്ടിലെ കുഞ്ഞല്ലേ മോനി അവളുടെ വയറ്റിൽ. ആൽബി അത് മറന്നെങ്കിലും നമുക്ക് മറക്കാനാകുമോ? അതാ ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്തേലും തെറ്റുണ്ടോ മോനി? റീത്താമ്മച്ചി ചിരിയോടെ ആര്യന്റെ മുഖത്തിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു. ഇല്ല. ആര്യന്റെ വാക്കുകൾ ഇടറി. ആര്യൻ വേർക്കുന്നത് റീത്താമ്മ കണ്ടു. മോനി, അമ്മ എന്താണ് പറഞ്ഞത്? റീത്താമ്മച്ചിയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് ആര്യൻ ഞെട്ടലോടെ റീത്താമ്മച്ചിയെ നോക്കി. എനിക്ക് തലവേദന, ഞാൻ ഇച്ചിരി കിടക്കട്ടെ. ആര്യൻ തലയെ പിടിച്ചോണ്ട് തന്റെ മുറിയിൽ പോയി. ഈ ചെക്കൻ്റെ ഒരു കാര്യം. റീത്താമ്മച്ചി ചിരിയോടെ തന്റെ മുറിയിൽ പോയി. ലച്ചു അടുക്കളയിൽ പോയി ഭിത്തിയിൽ ചാരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ നിറവേറിൽ കൈവച്ച് തലോടി. ആര്യൻ ഉറക്കം വരാതെ അങ്ങും തിരിഞ്ഞു മറിഞ്ഞു കിടന്നു. ലച്ചു, അവൾ എന്റെ കുഞ്ഞിനെയല്ലയോ ഉദരത്തിൽ ചുമക്കുന്നത്. ഞാൻ എങ്ങനെ എന്റെ പെണ്ണിനെ മറക്കും? ആര്യൻ കണ്ണുകളടച്ചുകൊണ്ട് ആലോചിച്ചു. ആര്യൻ മെല്ലെ എഴുന്നിട്ട് ലച്ചു കിടക്കുന്ന മുറിയിൽ പോയി കഥയിനെ തുറന്നു. ലച്ചു ഉറങ്ങാതെ കിടന്നു. കഥ തുറക്കുന്ന ശബ്ദം കേട്ട് കണ്ണുകൾ തുറന്നു. മുന്നിൽ ആര്യൻ അടുത്തു വരുന്നത് കൊണ്ട് പേടിയോടെ ലക്ഷ്മി എഴുന്നേറ്റു. ഏയ് പേടിക്കണ്ട, ഇരിക്കേ. ആര്യൻ ലച്ചുവിനെ തടഞ്ഞുകൊണ്ട് അവളുടെ അടുത്തിരുന്നു. ലച്ചു ഒന്നും മിണ്ടാതിരുന്നു. ലച്ചു അവളുടെ കയ്യിൽ ആര്യൻ പിടിച്ചോണ്ട് മെല്ലെ വിളിച്ചു. ലച്ചു ആര്യന്റെ മുഖത്തിൽ നോക്കാതെ തറയിൽ നോക്കിയിരുന്നു. ഞാൻ അമ്മച്ചിയോട് പറയട്ടെ, ഈ കുഞ്ഞ് എന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞോട്ടെ ഞാൻ? ശബ്ദം താഴ്ത്തി ആര്യൻ അവളോട് ചോദിച്ചു. അപ്പോഴും ലച്ചു മൗനമായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അറിയാം, എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. നിന്നോട് കൂടെ കിടന്നപ്പോൾ എനിക്ക് നീ വെറുമൊരു മാംസം മാത്രമായിരുന്നു. അറിഞ്ഞില്ല പെണ്ണിന് മനസ്സുണ്ട് അവൾക്ക് വേദനിക്കുമെന്ന്. ഇവിടെ വന്നതുപോലും എല്ലാവരോടും പകരം തീർക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ആൽബി, അവനെ തോൽപ്പിക്കണം, എന്നെ ദത്തുകൊടുത്ത അമ്മച്ചിയെ കൊല്ലണം, സഹോദരികളുടെ മാംസം പിച്ചു തിന്നണം എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. അതിനുവേണ്ടി തന്നെയാ എല്ലാവരെയും ഒരുമിച്ച് ഡൽഹി യാത്ര കൊണ്ടുപോയത്. അന്ന് അമ്മച്ചി വാശി കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നെൻ്റെ സഹോദരികൾ ചുവന്ന വിളക്കിൻ്റെ നടുക്കിൽ ആർക്കൊക്കെയോ മാംസമായി മാറുമായിരുന്നു. ആര്യൻ പല്ലും കടിച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചു ഞെട്ടലോടെ ആര്യനെ നോക്കി. എല്ലാം എൻ്റെ തെറ്റാണ്. ഏതോ രണ്ടുപേരുടെ കണ്ണുനീർ കാണാൻ കഴിയാതെ തൻ്റെ കൊച്ചിനെ മനസ്സില്ല മനസ്സോട് കൊടുത്ത എൻ്റെ അപ്പച്ചൻ. ആ അപ്പച്ചൻ്റെ മോനായിട്ട് പോലും ആ മനസ്സ് എനിക്ക് വന്നില്ല. ജീവനേറെ സ്നേഹിച്ച് വളർത്തിയ എൻ്റെ അച്ഛനെയും അമ്മയും എൻ്റെ കൂടി എൻ്റെ ഒപ്പം കൈയും പിടിച്ച് നടന്ന എൻ്റെ പൊന്നുമോളെയും ഞാൻ മനസ്സിലാക്കാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. അവരെ സന്തോഷം കൊണ്ട് നിറച്ചതിൻ്റെ പേരിൽ എനിക്ക് എല്ലാവരിലും കൂടുതൽ സ്വത്ത് എന്ന് എല്ലാവരെക്കാളും എന്നെ ഗൗരവിച്ചു എൻ്റെ അപ്പച്ചൻ. ഇതറിഞ്ഞും ഞാൻ നന്നായില്ലെങ്കിൽ ഞാൻ മനുഷ്യനാണോ? എനിക്ക് ഒരവസരം കൂടി തരുമോ നിന്നെ സ്നേഹിക്കാൻ? ആര്യൻ ഇടർച്ചോടെ ചോദിച്ചു. എനിക്കുറങ്ങണം. ലച്ചു ഒന്നും മിണ്ടാതെ തിരിഞ്ഞിടന്നു. ആര്യൻ ചെറുചിരി കൊടുത്തുകൊണ്ട് നിരാശയോടെ എഴുന്നേറ്റ് പോയി. നേരം പുലർന്നു. ആര്യൻ പതുപോലെ എഴുന്നേറ്റ് ചിരിയോടെ അപ്പച്ചൻ്റെ മുന്നിൽ പോയി കൈകൂപ്പിയിരുന്നു. മോനെ, റീത്താമ്മച്ചിയുടെ വിളിയേട്ട് ആര്യൻ തിരിഞ്ഞു. ഇന്ന് നിന്റെ ബർത്ത്ഡേ, ആഘോഷമൊന്നും വേണ്ടേ? എല്ലാവരും വിളിക്കണ്ടേ? എൻ്റെ മോൻ എൻ്റെ അടുത്ത് വന്നപ്പോഴുള്ള ആദ്യത്തെ ബർത്ത്ഡേ അല്ലയോ? ആര്യൻ്റെ തലയിൽ തല്ലോടിക്കൊണ്ട് റീത്താമ്മച്ചി പറഞ്ഞു. ഈ ബർത്ത്ഡേ, ഇതാണ് സത്യങ്ങൾ പറയാനുള്ള അവസരം. പറയണം, അതിന് ഈ ഫംഗ്ഷൻ വേണം. ആര്യൻ മനസ്സിൽ ആലോചിച്ചു. എന്നതാ മോനെ, എന്നതാ ഒരാലോചന? റീത്താമ്മ ആര്യനെ തട്ടി വിളിച്ചു. ഓ, ഒന്നുമില്ല അമ്മച്ചി. ആൽബിച്ചിനെയും വിളിക്കായിരുന്നല്ലോ. ഇന്ന് അച്ഛയുടെയും ബർത്ത്ഡേ ആണല്ലോ. പേടിയോടെ ആര്യൻ ചോദിച്ചു. റീത്താമ്മച്ചി ചെറുചിരിയോടെ അവനെ നോക്കിക്കൊണ്ട് തിരിഞ്ഞടന്നു. ഇതൊക്കെ വാതിലിന്റെ മറവിൽ നിന്ന് നിറകണ്ണോടെ ലച്ചു നോക്കിയിരുന്നു. ജാസ്മിൻ ആൽബിയുടെ അടുത്ത് പോയി ഭരത്തിനെ കുറിച്ചുള്ള കാര്യം തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ ഭരത്തിനോടുള്ള ദേഷ്യമെല്ലാം ആൽബിക്കില്ലാതെയായി. അത് നമ്മളോട് പറയാൻ മേലായിരുന്നു. നിനക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അവനിതിന് മറുപടി തരുമായിരുന്നു. ആൽബി അമർഷത്തോടെ ചോദിച്ചു. ജാസ്മിൻ ഒന്നും മിണ്ടിയില്ല. ആ സമയം റീത്താമ്മയുടെ നമ്പറിൽ നിന്ന് ആൽബിക്ക് ഫോൺ വന്നു. അമ്മച്ചിയുടെ നമ്പർ കണ്ടതും ആൽബിയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മച്ചി വിളിക്കുന്നു. ആൽബി സന്തോഷത്തോടെ എല്ലാവരെയും കാണിച്ചുകൊണ്ട് പറഞ്ഞു. എടുക്കിച്ച റിയ സന്തോഷത്തോടെ അടുത്തൊന്ന് പറഞ്ഞു. ആൽബി സ്ക്രീനിൽ തെളിഞ്ഞ റീത്താമ്മച്ചിയുടെ നമ്പറിൽ ചുണ്ടമർത്തി.
അച്ഛേ പെട്ടെന്നെടുക്ക്, ജാസ്മിൻ ആവേശത്തോടെ പറഞ്ഞു. ആൽബി വിറയാർന്ന കൈയോടെ കാൾ ഓണാക്കി. രണ്ടു വശത്തും മൗനം. ആരും ഒന്നും മിണ്ടിയില്ല. മൗനം കൊണ്ട് പരിഭവങ്ങൾ കൈമാറി. അമ്മച്ചി, ആൽബി വിറയലോടെ വിളിച്ചു. പുത്തൻ വീട്ടിലോട്ട് ഇപ്പോൾ തന്നെ റിയയും കൊണ്ടുവാ, റീത്താമ്മച്ചി പറഞ്ഞുകൊണ്ട് മറുപടി കേൾക്കാൻ നിൽക്കാതെ ഫോൺ വെച്ചു. അമ്മച്ചി, അമ്മച്ചി, ആൽബി വിളിച്ചു. എന്താ ഇച്ചാ? റിയ പരിവത്തോടെ ചോദിച്ചു. അറിയില്ല, പുത്തൻ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു, നിന്നെയും കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ വെച്ചു. ആൽബി പറഞ്ഞതും ജാസ്മിൻ്റെ ഫോൺ റിങ് ചെയ്തു. ജാസ്മിൻ നോക്കിക്കൊണ്ട് പരത്തേട്ടനെന്ന് ആൽബിയെ നോക്കി പറഞ്ഞു. എടുക്ക്, ആൽബി പറഞ്ഞു. എന്താ ഏട്ടാ? ജാസ്മിൻ കാളിലെടുത്ത് കാതിൽ പതിച്ചുകൊണ്ട് ചോദിച്ചു. നീ ഇപ്പോൾ എവിടാ? ഭരത്ത് ചോദിച്ചു. അച്ഛൻ്റെ അടുത്ത്. എന്താ ഏട്ടാ? ജാസ്മിൻ സംശയത്തോടെ ചോദിച്ചു. അമ്മച്ചി വിളിച്ചിരുന്നു, എത്രയും പെട്ടെന്ന് പുത്തൻ വീട്ടിൽ വരിക എന്ന് പറഞ്ഞു. മറുപടി കേൾക്കാൻ നിൽക്കാതെ ഫോൺ കട്ട് ചെയ്തു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ പുത്തൻ വീട്ടിൽ? ഭരത്ത് ചോദിച്ചു. അറിയില്ല ഏട്ടാ, അച്ഛനെ വിളിച്ച് അങ്ങനെയാ പറഞ്ഞേ, എന്താണെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം, ജാസ്മിൻ പേടിയോടെ പറഞ്ഞു. അച്ഛേ, എന്തോ പേടിയാവുക? ജാസ്മിൻ പറഞ്ഞു തീരുന്ന മുന്നേ ഹണി വിളിച്ചു. ഹണിയോട് റീത്താമ്മച്ചി ഇത് തന്നെ പറഞ്ഞിരുന്നു. എല്ലാവരും പേടിയോടെ അതിലേറെ സംശയങ്ങളോടെ പുത്തൻ വീട്ടിലോട്ട് തിരിച്ചു. ആൽബിയും റിയയും ജാസ്മിനും പുത്തൻ വീടിന്റെ മുന്നിൽ വന്നിരുന്നു. ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട്? ആൽബി പറഞ്ഞുകൊണ്ട് അകത്ത് കയറിയതും കണ്ട കാഴ്ച കണ്ട് സ്തംഭിച്ചിരുന്നു. കൂടെ വന്നവർ ഞെട്ടലോടെ വാക്കുകൾ വരാതെയിരുന്നു. ചേച്ചിമാരും അളിയന്മാരും അനങ്ങാതെയിരുന്നു. റീത്താമ്മച്ചി അപ്പോൾ ഭ്രാന്തിയെപ്പോലെ ആർത്തി ചിരിച്ചു. റീത്താമ്മച്ചി കുറച്ച് മുന്നേ നടന്ന സംഭവങ്ങൾ ഓർത്തെടുത്തു. നമുക്കും പോവാം പുറകിലോട്ട്. ലച്ചു, മോളെ ലച്ചു, റീത്താമ്മച്ചി ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അടുക്കളയിൽ പോയി. അവിടെ പാചകം ചെയ്തുകൊണ്ടിരുന്ന ലച്ചു തിരിഞ്ഞ് റീത്താമ്മച്ചിയെ നോക്കി. ഇന്ന് നല്ല മധുരത്തോടെ പായസം ഉണ്ടാക്ക്, ചിരിയോടെ റീത്താമ്മച്ചി പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്ന് പുറത്തുപോയി. റീത്താമ്മച്ചി പോയതും ലച്ചു വാവത്തി കരഞ്ഞു. കുറച്ചുനേരം അവൾ കരഞ്ഞതിന് ശേഷം കണ്ണുകൾ കൈകൊണ്ട് അമർത്തി തുടച്ച് ശ്വാസം വലിച്ചെടുത്തു. ലച്ചു പായസം ഉണ്ടാക്കി മേശയിൽ വെച്ചു. റീത്താമ്മച്ചി മുറിയിൽ കെട്ടിന്റെ ഫോട്ടോ തന്റെ മാറോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് ചാരിയ സേരയിൽ കടന്നു. അമ്മേ, പായസം റെഡിയായി, ലച്ചു റീത്താമ്മച്ചിയുടെ അടുത്തൊന്ന് പറഞ്ഞു. റീത്താമ്മ അനങ്ങാതെ കിടക്കുന്നതോടെ ലച്ചു ഒന്നും മിണ്ടാതെ തിരിഞ്ഞടന്നു. കുറച്ചു സമയമായതും റീത്താമ്മച്ചി ഹാളിൽ വന്ന് പായസം എടുത്തു. മോനെ ആര്യ, റീത്താമ്മച്ചി ഉച്ചത്തിൽ വിളിച്ചു. അമ്മച്ചി ആര്യം വിളിച്ചുകൊണ്ട് ഹാളിൽ വന്നു. മോനി, ഇന്ന് മോൻ്റെ ബർത്ത്ഡേ അല്ലേ, പായസം കുടിക്കേ, ആര്യൻ്റെ അടുത്തൊന്ന് റീത്താമ്മച്ചി പറഞ്ഞു. എൻ്റെ അമ്മച്ചി വാരിത്താ, കൈ പുറകിൽ കെട്ടിക്കൊണ്ട് ആര്യം വാ വിളിച്ചോണ്ട് ചോദിച്ചു. എന്നാ ശരി, മോൻ സോഫയിൽ വന്നിരിക്കേ, ചിരിയോടെ റീത്താമ്മച്ചി പറഞ്ഞുകൊണ്ട് സോഫയിലിരുന്നു. ആര്യനും റീത്താമ്മയുടെ അടുത്ത് പോയിരുന്നു. ആര്യൻ വാ തുറന്നു. റീത്താമ്മച്ചി ഒരു സ്പൂൺ പായസം എടുത്ത് അവൻ്റെ വായിൽ കൊടുത്തു. ആര്യൻ ചിരിയോടെ അതിനെ ആസ്വദിച്ച് കഴിച്ചു. റീത്താമ്മച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞു. റീത്താമ്മച്ചി സ്നേഹത്തോടെ ആ പായസം ആര്യൻ കൊടുത്തു. എല്ലാം ആര്യൻ ചിരിയോടെ മേടിച്ചു കുടിച്ചു. അമ്മച്ചി, ഈ മടിയിൽ ഞാൻ ഒന്ന് കിടന്നോട്ടെ, ആര്യൻ ചോദിച്ചു. കിടന്നോ, റീത്താമ്മച്ചി അനുവാദം കൊടുത്തു. ആര്യൻ ഒരു കുഞ്ഞിനെ പോലെ റീത്താമ്മയുടെ മടിയിൽ കിടന്നു. അമ്മച്ചി, അച്ഛൻ ഉറങ്ങുമ്പോൾ പാടുന്ന പാട്ടൊന്ന് പാടാവോ, റീത്താമ്മയുടെ കണ്ണുകളിൽ നോക്കി ആര്യൻ ചോദിച്ചു. റീത്താമ്മച്ചി കണ്ണുകളടച്ച് ആര്യന്റെ തലയിൽ തന്റെ വിരലുകൾ കൊണ്ട് തലോടി. റീത്താമ്മയുടെ മുന്നിൽ ആൽവിയെ താലോലിക്കുന്ന ദൃശ്യം തെളിഞ്ഞു. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ ആ താരാട്ടുപാട്ട് റീത്താമ്മച്ചി ആര്യന് വേണ്ടി പാടിക്കൊടുത്തു. ആര്യൻ ചിരിയോടെ കണ്ണുകളടച്ച് ലയിച്ചു. അവൻ്റെ ഉള്ളിൽ തൻ്റെ വളർത്തച്ഛനെയും അമ്മയും തെളിഞ്ഞു. ആര്യൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് ആര്യന് അസ്വസ്ഥത തോന്നി. ആര്യൻ നെഞ്ചിൽ പിടിച്ചു. അപ്പോഴും റീത്താമ്മച്ചി താരാട്ടുപാട്ട് നിർത്തിയില്ല. റീത്താമ്മച്ചിയുടെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണീർ ഒലിച്ചിറങ്ങി ആര്യൻ്റെ കവളിൽ പതിച്ചു. അമ്മച്ചി, എനിക്ക് വയ്യ, ആര്യൻ പറഞ്ഞു.
നീ കുടിച്ച പായസത്തിൽ വിഷം ചേർത്തു. റീത്താമ്മച്ചി ആര്യൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ആര്യൻ നെഞ്ചിൽ പിടിച്ചുകൊണ്ട് റീത്താമ്മച്ചിയുടെ മടിയിൽ നിന്ന് താഴെ വീണു. ലച്ചു, ലച്ചു, ആര്യൻ അലറി. അവൾ വരില്ല. നീ എന്നാടാ വിചാരിച്ചത്? ഈ റീത്താമ്മച്ചി പൊട്ടിയാണെന്നോ? എല്ലാം ഞാൻ അറിഞ്ഞു. നിന്റെ എല്ലാ കാര്യങ്ങളും ഈ അമ്മച്ചി അറിഞ്ഞു. നീ അന്ന് ഡൽഹിയിൽ ജാസ്മിനോടെല്ലാം പറയാതിരുന്നെങ്കിൽ ഇന്ന് നീ എന്ന ചെന്നായിനെ തിരിച്ചറിയാതെ പാമ്പിന് പാൽ കൊടുത്തേനി. റീത്താമ്മച്ചി ആര്യൻ്റെ മുന്നിലൊന്ന് പറഞ്ഞു. ആര്യൻ ജീവനൊട്ടി പിടഞ്ഞു. അമ്മച്ചി, ഒരവസരം കൂടി തരുമോ എനിക്ക് ജീവിക്കണം. ആര്യൻ നെഞ്ചിൽ പിടിച്ചുകൊണ്ട് യാചിച്ചു. നിനക്ക് നന്നാകാൻ അവസരം ഒരുപാട് ലഭിച്ചു. അപ്പോഴൊന്നും നീ നന്നായില്ലല്ലോ. ഇനി നീ നന്നാകണ്ട. റീത്താമ്മച്ചി ആര്യൻ്റെ നേരെ വന്ന് പറഞ്ഞു. ആര്യൻ മരണത്തിനെ നേരിൽ കണ്ടുകൊണ്ട് പിടഞ്ഞു. ഇന്നേ വരെ ഈ ദിവസം എനിക്ക് ദുഃഖത്തിൻ്റെ ദിവസം മാത്രമായിരുന്നു. പക്ഷെ ഇന്നു മുതൽ ഈ ദിവസം എനിക്ക് സന്തോഷം നിറഞ്ഞ ദിവസം മാത്രമായിരിക്കും. ഒരു അസുരനെ വധിച്ചു എന്ന സന്തോഷം. നീ എന്നാടാ വിചാരിച്ചത്? എൻ്റെ പെൺമക്കളെ നിനക്ക് ചുവന്ന തെരുവിൽ വിൽക്കാൻ എൻ്റെ മോൻ ആൽബി വിടുവന്നോ? അവനാണൊരുത്തനാണ്, നല്ല ഉശിരുള്ള ആണ്. എൻ്റെ പിള്ളേരുടെ ദേഹത്തിൽ തൊടാൻ നീ വിചാരിക്കുമ്പോൾ എൻ്റെ മോൻ നിന്റെ കൈനെ വെട്ടിയിരിക്കും. അതാണ് എൻ്റെ ആൽബി കൊച്ചി. നീ ചാവേണ്ടവന്നെ നീ. റീത്താമ്മച്ചി ആക്രോശിച്ചു. അമ്മച്ചി, വെള്ളം. ആര്യൻ ഇടറിയ സ്വരത്തോട് ചോദിച്ചു. ലച്ചു ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഓടി ഹാളിൽ വന്നു. നിനക്ക് നിന്റെ കൊച്ചുമായി ഒരു കാവപുരന്തിൻ്റെ കൂടെ അഭിമാനം വിട്ട് 100ഓളം പെണ്ണുങ്ങളുടെ ശവം മേടിച്ച് ജീവിക്കുവാണെങ്കിൽ കൊടുത്ത വെള്ളത്തിന്. എൻ്റെ തറവാട്ടിൽ അന്തസ്സോടെ ജീവിക്കണമെങ്കിൽ കൊണ്ടുവയ്ക്കോ ഈ വെള്ളം. റീത്താമ്മച്ചി ലച്ചുവിനെ നോക്കി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ലച്ചു നിസ്സഹായതയോടെ ആര്യനെ നോക്കി. ആര്യൻ വെള്ളത്തിനു വേണ്ടി കൈ നീട്ടുന്നു. ഒരു കൈ കൊണ്ട് തൻ്റെ വയറിൽ ലച്ചു തലോടി. ലച്ചു ഒന്നും വിടാതെ വെള്ളം കൊണ്ട് അടുക്കളയിൽ പോയി. മാപ്പ് കൊച്ചി, നാളെ നീ ഒരു മോളാണെങ്കിൽ ഈ ഭ്രാന്തൻ നിന്നെയും പിച്ചു ചിന്തില്ലെന്ന് എന്താണ് ഉറപ്പ്? ലച്ചു കരഞ്ഞുകൊണ്ട് വയറ്റിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ആര്യൻ്റെ വായിൽ നിന്ന് ചോര വന്നു. റീത്താമ്മച്ചി ആര്യൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്ന് അവൻ്റെ തലേനെ തൻ്റെ മടിയിൽ വെച്ചു. നിന്നെ പ്രസവിച്ച എനിക്ക് മാത്രമേ അധികാരമുള്ളൂ നിന്നെ കൊല്ലാൻ. നിന്നെ കൊല്ലാതെ വിട്ടാൽ ഈ ശാപം 7 തലമുറ പിന്തുടരും. പാവം ചെയ്തവന് മരണം ഉറപ്പ്. നീ പാവം ചെയ്തു. നിനക്കുള്ള ശിക്ഷ ഞാൻ തന്നു. ഒരമ്മയ്ക്കും ഇതുപോലൊരു ഗതി വരാതിരിക്കട്ടെ മോനി. മോൻ വയ്ക്കോ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ മോനായി എൻ്റെ ഉദരത്തിൽ വന്നോ. ഇടർച്ചോടെ റീത്താമ്മച്ചി പറഞ്ഞു. അമ്മച്ചി, എനിക്ക് ജീവിച്ച് കൊതിർന്നില്ല. ആര്യം പറയുന്നവന് അവൻ്റെ ജീവൻ അവനിൽ നിന്ന് എന്നേക്കുമായി ഇവിടെ പറഞ്ഞു. ആര്യൻ്റെ കണ്ണുകൾ അടഞ്ഞില്ല. റീത്താമ്മച്ചിയുടെ ഹൃദയം ഒലഞ്ഞു. റീത്താമ്മച്ചി തലയിലടിച്ച് പൊട്ടിക്കരഞ്ഞു. എന്തിനാ മോനെ ഈ കൈകൾ കൊണ്ട് പാവം ചെയ്യിപ്പിച്ചത്? എൻ്റെ പൊന്നു മോനി, എനിക്കിതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കടാ. ഞാൻ കരഞ്ഞതുപോലെയല്ലേ മോനെ എല്ലാ അമ്മമാരും കരഞ്ഞത്? എന്തിനായിരുന്നടാ നീ ഇങ്ങനെ ആയിപ്പോയത്? റീത്താമ്മച്ചി ഭ്രാന്തിയെപ്പോലെ അലറിക്കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു. ലച്ചു തളർന്ന മനസ്സോടെ റീത്താമ്മച്ചിയുടെ അടുത്തൊന്ന് മെല്ലെ ഇരുന്നു. ഈ അമ്മയോട് പൊറുക്കണം മോളെ. എനിക്കിതല്ലാതെ മറ്റൊന്നും മനസ്സിൽ കണ്ടില്ല. അമ്മ ചെയ്തതാണ് ശരി. നാളെ എൻ്റെ കൊച്ച് ഒരു മോളാണെങ്കിലോ ഞാനും വായിക്കണം അല്ലയോ അമ്മേ? ഇതാണ് ശരി. ലച്ചു ആ അമ്മച്ചിയെ ചേർത്ത് പിടിച്ച് സമാധാനപ്പെടുത്തി. എൻ്റെ ഇച്ഛാൻ ചെയ്ത ഒരു നന്മ വളർന്ന് ഒരു അസുരനായി മാറില്ല മോളെ. ഞാൻ ക്ഷമിച്ചാൽ നിയമം ശിക്ഷ കൊടുത്താൽ ഇവൻ ചെയ്ത പാവം തീരുമോ? ഇല്ല. ജീവിതം നശിച്ചുപോയ പെൺമക്കളുടെ അമ്മമാരുടെ കണ്ണുനീർ മായുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഇവൻ്റെ അമ്മയായ എനിക്ക് പോലും ക്ഷമിക്കാനായില്ല. പിന്നെങ്ങനെ മോളെ അവർക്ക്? ഞാൻ ചെയ്തതാണ് ശരി. റീത്താമ്മച്ചി കണ്ണുകൾ തുടച്ചുകൊണ്ട് ലച്ചുവിനോട് പറഞ്ഞു. റീത്താമ്മച്ചി യാഥാർത്ഥ്യത്തിലോട്ട് വന്നു. ഹാളിൽ നിലത്തിൽ രക്തം വാർന്ന് കണ്ണുകൾ തുറന്നു കിടക്കുന്നു ആര്യൻ. ആൽബി മുട്ടുകുത്തി ആര്യൻ്റെ മുന്നിലിരുന്നു. എന്നതമ്മച്ചി കാണിച്ചത്? ഇവനെ കൊല്ലുകയാണെങ്കിൽ എനിക്ക് നേരത്തെ ആകാമായിരുന്നല്ലോ. നല്ലൊരുത്തനായി അമ്മച്ചിയുടെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയില്ലേ അമ്മച്ചി ഇവൻ്റെ എല്ലാ തെറ്റും എൻ്റെ തലയിലായപ്പോഴും ഞാൻ മൗനമായത്? നന്നായല്ലോ. എന്നിട്ടും ഒരവസരം കൂടി അമ്മച്ചിക്ക് കൊടുക്കാമായിരുന്നല്ലോ. ആൽബി തേങ്ങലോട് ചോദിച്ചു. മോനെ ആൽബി, ഞാൻ ഒരു അവസരം ഇവന് കൊടുത്താൽ ഇതുപോലെ ഇനിയും ആര്യന്മാരുണ്ടാകും. ഇനി ഇതുപോലെ ഉണ്ടാകാൻ പാടില്ല. ഞാൻ തുടങ്ങി. ഇതുപോലെ ചെയ്യുന്ന മക്കളുടെ അമ്മമാർ തന്നെ ശിക്ഷ കൊടുത്താൽ നാളെ ഇതുപോലൊരു ആര്യം ഉണ്ടാകില്ല. ഞാൻ ചെയ്തതാണ് ശരി. റീത്താമ്മച്ചി വേദനയോട് പറഞ്ഞു. ഡാനി, ലിസ, അലീന, ജോസ്, ഭരത്, ഹണി, ജാഫി, ജാസ്മിൻ, റിയയുടെ കുടുംബം എല്ലാവരും അനങ്ങാതെയിരുന്നു. റീത്താമ്മച്ചി എഴുന്നേറ്റ് ലിസയുടെയും ഡാനിയുടെ അടുത്ത് പോയി.
മക്കളെ, നിങ്ങൾ ഇതുവരെ ആൽബി മോനെ വെറുത്തിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്നലെ വന്ന ആര്യനെ നിങ്ങൾ ചേർത്ത് പിടിച്ചു. പക്ഷെ മക്കളെ, ആൽബി നിങ്ങളെ സ്നേഹിച്ചത് ഹൃദയം കൊണ്ടാണ്. നിങ്ങൾക്ക് മക്കളില്ലാത്തതുകൊണ്ടാണ് അലീനയുടെ മക്കളെ ഇവിടെ നിർത്തി പഠിപ്പിക്കാത്തത്. ഇവിടെ നിർത്തി പഠിപ്പിക്കുവാണെങ്കിൽ സ്വന്തം വീട്ടിൽ പോകണമെന്ന് കൽപ്പിച്ചത് നിങ്ങൾ വേദനിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് മക്കളെ. ആ മോൻ്റെ മനസ്സ് നിങ്ങൾ ആരും കാണാതെ പോയല്ലോ, ഈ ഞാനും. റീത്താമ്മച്ചി ഇടർച്ചോട് പറഞ്ഞു. ലിസ കണ്ണുകൾ വിടർത്തി ആൽബിയെ നോക്കി. മോനെ ആൽബി. ലിസ അടുത്തുനിന്ന് ആൽബിയുടെ കവിളിൽ തലോടി. ആൽബി കണ്ണുകൾ തുടച്ചുകൊണ്ട് അങ്ങും നോക്കി. അലീനയും ആൽബിയുടെ അടുത്ത് പോയി അവനെ ചേർത്ത് പിടിച്ചു. ആൽബിയുടെ കണ്ണുകൾ നിറഞ്ഞു. മാപ്പ്, ഈ ഞങ്ങൾ ഒന്നും അറിയാതെ ഡാനി പറഞ്ഞു തീരുന്നവനെ ആൽബി എല്ലാവരെയും കെട്ടിപ്പിടിച്ചു. ആര്യനെ സ്നേഹിക്കുമ്പോൾ എൻ്റെ മനസ്സും കൊതിച്ചു, എന്നെയും ചേച്ചിമാർ സ്നേഹിക്കില്ലേ എന്ന്. ഇപ്പോൾ മാറി. കണ്ണുകൾ തുടച്ചുകൊണ്ട് ആൽബി പറഞ്ഞു. ആരും ഇവന് വേണ്ടി കരയരുത്. കാരണം ഇവൻ നശിപ്പിച്ചത് കൂടെ കളിച്ചു വളർന്ന അനിയത്തിയാണ്. നിങ്ങളെയൊക്കെ ചുവന്ന തെരുവിൽ വിൽക്കാൻ നിന്നവൻ. നമ്മുടെ പൊന്നുമോളെ ജാസ്മിനെയും പിച്ചു ചിന്താൻ വേണ്ടി നിന്നവൻ. അതുകൊണ്ട് ഇവൻ്റെ മരണം ആർക്കും ഒരു വേദനയാകരുത്. റീത്തമ്മച്ചി എല്ലാവരും നോക്കി പറഞ്ഞു. ലച്ചുവിൻ്റെ തേങ്ങൽ ശബ്ദം അവിടെ ഉയർന്നു. എല്ലാവരും അവളെ നോക്കി. മോളെ, റീത്താമ്മച്ചി ലച്ചുവിൻ്റെ അടുത്തുനിന്ന് വാത്സല്യത്തോടെ വിളിച്ചു. ലച്ചു കരഞ്ഞുകൊണ്ട് റീത്താമ്മയെ നോക്കി. നഷ്ടം നിനക്ക് മാത്രമാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം മോളെ. അപ്പനില്ലാതെ ഭർത്താവില്ലാതെയുള്ള ജീവിതം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ മോളെ, ഇവൻ ശാപങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ആ ശാപം നിനക്കും മക്കൾക്കും വരണോ? നിന്നോടല്ലേ ഞാൻ ആദ്യം അനുവാദം ചോദിച്ചത്, ക്ഷമിക്കണോ കൊല്ലണോ എന്ന്. നീ അനുവാദം തന്നതുകൊണ്ട് മാത്രമല്ലേ ഈ അമ്മ ഇങ്ങനെ ചെയ്തത്? റീത്താമ്മച്ചി ലച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ലച്ചു ഒന്നും മിണ്ടാതെ റീത്താമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എല്ലാവർക്കും അവളുടെ വേദന കണ്ട് കണ്ണുകൾ കലങ്ങി. റീത്താമ്മച്ചി പരത്തിൻ്റെ അടുത്ത് വന്നു. മോനെ, അമ്മായിനെ കൊണ്ടുകൊണ്ട ഭാഗ്യം മോനെ എന്നെ കിട്ടട്ടെ. കാര്യങ്ങൾ നോക്ക്. ചിരിയുടെ റീത്താമ്മച്ചി കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഭരത്ത് ചിരിയുടെ അമ്മച്ചിയുടെ കയ്യിൽ പിടിച്ച് തന്നോട് ചേർത്ത് പിടിച്ചു. ആര്യനെ തെമ്മാടിക്കുഴിയിൽ റീത്താമ്മച്ചി വാശിയോടെ പറഞ്ഞ് അടക്കം ചെയ്തു. എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഹാളിൽ വന്നു. ഭരത്തെ, പോലീസിനെ വിളിക്ക്, പോകാൻ സമയമായി. റീത്താമ്മച്ചി ഭരത്തിനോട് പറഞ്ഞു. അമ്മച്ചി, ഞാൻ പോകാൻ ജയിലിൽ. എനിക്ക് പുത്തിരിയൊന്നും അല്ലല്ലോ. ആൽവി അടുത്തൊന്ന് പറഞ്ഞു. എൻ്റെ മോൻ കുറച്ച് വേദനിച്ചു അല്ലേ? ഇനി അങ്ങോട്ട് ഒന്ന് അടിച്ചു വിളിക്കേ, അപ്പോഴേക്കും ഞാൻ വരും. റീത്താമ്മച്ചി ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആൽവിയെ തലോടി. എന്നാൽ അമ്മച്ചി, ഈ പുത്തൻ വീട് അമ്മച്ചിയില്ലാതെ എങ്ങനെ? അലീന അടുത്തൊന്ന് ചോദിച്ചു. അതിനല്ലേ എൻ്റെ പുത്രൻ ആൽവിയുണ്ട്. അവൻ നോക്കും ഈ കുടുംബത്തിന്. ഇവൻ ജീവിച്ചതുപോലും നിങ്ങൾക്ക് വേണ്ടിയാണ്. അതാരും മനസ്സിലാക്കാതെ പോയി, റീത്താമ്മച്ചി പറഞ്ഞു. ഭരത്ത് ആരെയോ വിളിക്കുന്നു. ജാസ്മിൻ ഭരത്തിൻ്റെ അടുത്ത് വന്നു. ഒന്ന് കണ്ണടച്ചൂടെ? പ്രതീക്ഷയോടെ ജാസ്മിൻ ചോദിച്ചു. ഭരത്ത് ചിരിയോടെ ആരോടോ ഫോണിൽ സംസാരിക്കുന്നു. ആൽബി മോനെ, അലീനയുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഈ വീട്ടിൽ കൊണ്ടുവരാം. എൻ്റെയും കൂടി മക്കളല്ലയോ? ലിസ ആൽബിയുടെ അടുത്തൊന്ന് ചോദിച്ചു. വേണ്ട ലിസ, അവർ അവിടെ നിന്നോട്ടെ. നീ എന്ന് അമ്മയാകുന്നോ അന്ന് കൊണ്ടുവരാം. അതുവരെ നിന്റെ വേദനയിൽ ഞങ്ങളുണ്ട്. ജോസ് ചിരിയോടെ ലിസയുടെ അടുത്തൊന്ന് പറഞ്ഞു. ഇതാണ് മക്കളെ കുടുംബം. പരസ്പരം മനസ്സിലാക്കാനും വിട്ടുകൊടുക്കാനും മനസ്സുണ്ടെങ്കിൽ എല്ലാ കുടുംബങ്ങളും സന്തുഷ്ട കുടുംബം തന്നെയാണ്. ആ സമയം പോലീസ് ജീപ്പ് മുറ്റത്തിൽ വന്നിരുന്നു. എല്ലാവരുടെ ഹൃദയവും മിടിക്കാൻ തുടങ്ങി. എല്ലാവരും അമ്മച്ചിയെ ചേർത്ത് പിടിച്ചു. ഭരത്ത് നിസ്സഹായതയോടെ നോക്കിയിരുന്നു. ഗീത ജീപ്പിൽ നിന്നിറങ്ങി ഹാളിൽ വന്നു. കൂടെ മേനോനും വനിതാ പോലീസും. മക്കളെല്ലാവരും റീത്താമ്മച്ചി ഇറങ്ങി പുണർന്നു. എന്നാ മക്കളെ, ഞാൻ പോട്ടെ. റീത്താമ്മച്ചി ഇടർച്ചോട് യാത്ര പറഞ്ഞു. അമ്മച്ചി, എല്ലാവരും വിളിച്ചു. ആൽബി ഗീതയുടെ അടുത്ത് വന്നു. അമ്മച്ചിയെ വെറുതെ വിടാനൊന്നും ഞാൻ പറയില്ല. പക്ഷെ അമ്മച്ചിക്ക് പകരം ഞാൻ മതിയോ? ഇവിടെ അമ്മച്ചിയില്ലെങ്കിൽ പറ്റില്ല. ഞാൻ താൻ തോന്നിയ ആർക്കും വേണ്ടാത്തവൻ. എന്നെ കൊണ്ടുപോകാൻ പറ്റില്ലേ? ആൽബി പ്രതീക്ഷയോടെ ചോദിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൽ തെളിഞ്ഞുവെല്ലാം. പിന്നെ സ്വയം സമ്മതിച്ചതാണല്ലോ, ഗീത ആൽബിയോട് പറഞ്ഞു. മോനി, ഞാൻ പോവാ. ഈ കുടുംബം നോക്കാൻ നീ ഉണ്ടല്ലോ, അത് പോരെ എൻ്റെ മോനി. എന്നാൽ ശരി, നിങ്ങളുടെ കടമകൾ ചെയ്യൂ. റീത്താമ്മച്ചി ചിരിയോടെ ഗീതയുടെ അടുത്തൊന്ന് പറഞ്ഞു.
ഗീത ചിരിയോടെ എല്ലാവരെയും നോക്കി. ഈ റിപ്പോർട്ടൊന്നും ഹാൻഡ് ഓവർ ചെയ്തില്ല. പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടറിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളി ഞങ്ങളുടെ മുന്നിൽ കണ്ണടച്ചു. അതുകൊണ്ട് ഈ റിപ്പോർട്ട് ഇവിടെ ഞാൻ നശിപ്പിച്ചു കളയുന്നു. ഗീത പറഞ്ഞുകൊണ്ട് കയറി അവരുടെ മുന്നിലിട്ടു. എല്ലാവരും സന്തോഷം കൊണ്ട് പരസ്പരം നോക്കി. റീത്താമ്മച്ചി ഒന്നും മിണ്ടാതെയിരുന്നു. പീഡിപ്പിച്ച് കൊന്നവന്മാരെല്ലാവരും ജയിലിൽ ബിരിയാണി കഴിച്ച് സുഖമായി ജീവിക്കുന്നു. പീഡിപ്പിക്കപ്പെട്ട കുടുംബം ഇന്ന് കണ്ണുനീരിൽ കഴിയുന്നു. ഇവിടെ ഈ അമ്മ ചെയ്താണ് ശരി. എൻ്റെ മനസ്സും ഒരു നിമിഷം ആശിച്ചു പോയി അവനെ ഒന്ന് കൊല്ലാൻ. അത് ഈ അമ്മ ചെയ്തു, അത്രയുള്ളൂ. അസുരനെ കൊന്നു. ഇത് കൊലയല്ല, വധം. ചിരിയോടെ ഗീത പറഞ്ഞു. ഇത് കാണുന്ന എല്ലാവർക്കും സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെ. അതുകൊണ്ട് എന്നെ കൊണ്ടുപോവുക, റീത്താമ്മച്ചി പറഞ്ഞു. കാമുകനെ കൊന്നും ഒരു കൂസലില്ലാതെ ജാമ്യം കിട്ടി പുറത്തു നടക്കുന്ന ഗ്രീഷ്മയ്ക്കാകാമെങ്കിൽ 100ഓളം പെണ്ണുങ്ങളുടെ മാനത്തിന് വില പറഞ്ഞ മോനെ ജീവൻ കൊടുത്തവൾ തന്നെ എടുത്തതിൽ എന്താണ് തെറ്റ്? ഗോവിന്ദസ്വാമിയെ പോലെ തിന്നുകൊടുക്കാൻ വേണ്ടി ആര്യനെ പോലുള്ളവർക്ക് ഇനി അവസരം കൊടുക്കാൻ പാടില്ല. അതിൻ്റെ തുടക്കം ആര്യനിൽ നിന്നാകട്ടെ അമ്മേ. അമ്മയാണ് ശരി, അമ്മ എന്നെ ശരി. ഗീത പറഞ്ഞുകൊണ്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് പുറത്തിറങ്ങി. പുത്തൻ വീട് പിന്നെയും തിളങ്ങി. മരിച്ച മോൻ മരിച്ചതായിരിക്കട്ടെ. സെമിത്തേരിയിൽ തമ്മാടിക്കുഴിയുടെ അടുത്ത് ആര്യൻ്റെ കുഴിയുടെ മുന്നിൽ ഒരു സ്ത്രീ തേങ്ങിക്കരയുന്നു. നിനക്ക് ഞാൻ മുല കിട്ടിയില്ല. എൻ്റെ ഉദരത്തിൽ നീ വന്ന് ജനിച്ചില്ല. പക്ഷെ 1000 സ്നേഹം ഞാൻ നിനക്ക് നൽകി. പക്ഷെ ഒരു ആയുസിൻ്റെ വേദന നീ എനിക്ക് നൽകി. നിന്റെ അമ്മച്ചി ചെയ്തത് ശരിയാണ്. ഞാനും ഒരമ്മയാണ്. ഞാൻ ചെയ്യേണ്ട കർമ്മമാണ് പെറ്റമ്മ മോനോട് ചെയ്തത്. നീ അർഹിക്കുന്ന ശിക്ഷയാണിത്. മാപ്പ് മോനി, നിന്നെ ഈ ജന്മത്തിൽ ക്ഷമിക്കാൻ കഴിയാത്തതിനി, വർഷ തേങ്ങലോട് പറഞ്ഞു. ആ സമയം മഴത്തുള്ളികൾ വർഷയെ നനച്ചു. ആര്യൻ്റെ കണ്ണുനീരായിരിക്കും, തൻ്റെ പാവത്തിൻ്റെ തോരാത്ത കണ്ണുനീർ. റീത്താമ്മച്ചി ചെയ്തത് ശരിയല്ലയോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ദി എൻഡ്.